ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ചിക്കൂസ് അടുക്കള. ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഒരു കിഡ്ലൻ റൈസ് റെസിപ്പി ആയിട്ടാണ്. ചിക്കൻ കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ള റൈസ് റെസിപ്പിയാണ്. അപ്പോൾ നമുക്കതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിലേക്ക് വേണ്ടി ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തേക്കുന്നത്. ആദ്യം ഇതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ചിക്കൻ മസാല പൊടി ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം. ഞാനിവിടെ സാധാ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് പകരം കാശ്മീരി മുളക് പൊടി ആയാലും മതി. ഞാനത് കുറച്ച് സ്പൈസി ആയിട്ടാണ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോഴത്തേക്ക് നമുക്ക് ഇതിനുള്ള മസാല റെഡിയാക്കി എടുക്കാം. മസാല തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചൂടായിട്ട് ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. പാൻ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇവിടുത്തെ ഇപ്പോൾ വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത്. ഇതിന് പകരം സൺഫ്ലവർ ഓയിൽ ആയാലും മതി. ഇനി ഒന്ന് ചൂടായി വരട്ടെ. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കണം. 3 ഗ്രാമ്പു, 3 ഏലക്ക, ഒരു ബേ ലീഫ് ചെറുതായിട്ട് മുറിച്ചത്, 2 ചെറിയ പീസ് പട്ട, 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം, ഒരു തക്കോലത്തിൻ്റെ പകുതി എന്നിവയാണ് എടുത്തേക്കുന്നത്. ഇനി അത് എണ്ണയിൽ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത്, പിന്നെ 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒന്ന് പെട്ടെന്ന് വഴണ്ട് വരാൻ ആവശ്യമുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള അത്യാവശ്യം വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ പീസസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ച് 10 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇപ്പം 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിത് ഇടയ്ക്ക് 1-2 വട്ടം ഒന്ന് ഇളക്കി കൊടുത്തിരുന്നു. ഇനി ഇതിലേക്ക് നമുക്ക് റൈസ് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 2 കപ്പ് ബസ്മതി റൈസാണ് എടുത്തേക്കുന്നത്. ഇത് നന്നായിട്ട് കഴുകിയിട്ട് 20 മിനിറ്റ് വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെച്ചിരുന്നതാണ്. എന്നിട്ടിത് നന്നായിട്ട് ഡ്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചേർത്ത് കൊടുക്കാം. 250 ml 2 കപ്പ് റൈസാണ് എടുത്തേക്കുന്നത്. ഇനി റൈസും ചിക്കനും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. റൈസും ചിക്കനും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 3.5 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ചിക്കനിൽ നിന്നും കുറച്ച് വെള്ളം ഇറങ്ങും. അപ്പം 2 കപ്പ് അരിക്ക് 3.5 കപ്പ് വെള്ളം. ഞാനിവിടെ വെള്ളം നേരത്തെ തന്നെ ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്നും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ചു വെച്ച് ഈ വെള്ളം വറ്റി വരുന്നിടം വരെ വേവിക്കാം.
ഞാനിത് മീഡിയം ഫ്ലെയിമിലിട്ടാണ് വേവിക്കുന്നത്. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ റൈസ് ഏകദേശം കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല ലോ ഫ്ലെയിമിലിട്ട് 10 മിനിറ്റ് കൂടി ഒന്ന് അടച്ചു വെക്കാം. റൈസ് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. കുഴഞ്ഞൊന്നും പോവാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ അടിപൊളി ചിക്കൻ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ബിരിയാണി ഒന്നും ഉണ്ടാക്കുന്ന അത്രയും ടൈം പോലും വേണ്ടത് റെഡിയാക്കി എടുക്കാൻ. വളരെയധികം ടേസ്റ്റിയുമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.